ordinary individual among us. Someone who is not only the cornerstone of our organization but also a source of inspiration for all of us. Esteemed Provincial Superior of Navajodi Province, under her visionary leadership, our educational agency has scaled new heights. We take great pride and honor in inviting Reverend Sister Jessin Therese onto the stage. Sister, please. അയ്യന്തോൾ നിർമ്മല UP സ്കൂളിൻ്റെ വാർഷികാഘോഷവും യാത്രയയപ്പ് യോഗവും നടക്കുന്ന ഈ മഹനീയ സദസ്സിൻ്റെ ഉദ്ഘാടകൻ തൃശ്ശൂർ അസിസ്റ്റൻ്റ് കളക്ടർ ശ്രീ അതുൽ IAS ഇവിടെ സന്നിഹിതനല്ലെങ്കിലും അദ്ദേഹത്തെയും അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി ഈ വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന അയ്യന്തോൾ സെൻറ്റ് മേരീസ് അസംഷൻ ചർച്ച് വികാരി റവറൻഡ് ഫാദർ വർഗീസ് അടുക്കളത്തൂർ, മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന CHF കൃപാജ്യോതി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആഷ ജോൺ, എൻഡോവ്മെൻറ്റ് വിതരണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തൃശ്ശൂർ വെസ്റ്റ് AEO ശ്രീ ബിജു PJ സർ, സമ്മാനദാന കർമ്മം നിർവഹിക്കുവാൻ ഇവിടെ എത്തിച്ചേരാമെന്നേറ്റിരിക്കുന്ന BPC URC തൃശ്ശൂർ ശ്രീ ജെയ്സൺ CP, അധ്യാപന രംഗത്ത് നിന്ന് വിട പറയുന്ന റവറൻഡ് സിസ്റ്റർ കൃപാറ്റോം, ശ്രീമതി ജോയ്സി ഡൊമിനിക്, ശ്രീമതി CBV വർഗീസ്, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ ഇവിടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ നിറഞ്ഞ സിസ്റ്റേഴ്സ്, രക്ഷാകർത്താക്കളെ, ഈ വിദ്യാലയത്തിൻ്റെ മൂലധനമായ ഏറ്റവും പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ഇൻവിറ്റേഷനിൽ കുറിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വചനം ഇതാണ്: കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനം 106:1 രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം ഈ സമയം, ഈ വാർഷികാഘോഷത്തിൻ്റെ ഈ സമയത്ത് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിർമ്മല UP സ്കൂൾ അതിൻ്റെ വാർഷികാഘോഷവും ഏറ്റവും പ്രിയപ്പെട്ട 3 പ്രിയപ്പെട്ട അധ്യാപകരുടെ യാത്രയയപ്പ് യോഗവും ഇവിടെ സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിലുള്ള ഈ വിദ്യാലയം പ്രധാന അധ്യാപിക റവറൻഡ് സിസ്റ്റർ ഹിത ഫ്രാൻസിസിൻ്റെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞും സ്തുതിച്ചും അവിടുത്തെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തിയും സുഗമമായ രീതിയിൽ ഈ വിദ്യാലയ പ്രവർത്തനങ്ങൾ സിസ്റ്റർ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുവാൻ പ്രധാന അധ്യാപികയും സഹപ്രവർത്തകരും രക്ഷാകർത്താക്കളും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുന്നു എന്നതാണ് നിർമ്മലയുടെ വിജയരഹസ്യം. ഒന്നിച്ചു വരുന്നത് ഒരു തുടക്കമാണ്, ഒരുമിച്ച് നിൽക്കുന്നത് പുരോഗതിയാണ്, ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വിജയമാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ്. അങ്ങനെ ഒരുമയുടെ ഒരു ജൈത്രയാത്രയാണ് നമ്മുടെ നിർമ്മലയിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ഒരുമയുടെ ഒരു ആപ്തവാക്യം നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ഐകമത്യം മഹാബലം, അതാണ് ഇന്നും നിർമ്മലയുടെ ശക്തി. പരസ്പരം വളർത്തിയും പ്രോത്സാഹിപ്പിച്ചും തെറ്റുകൾ തിരുത്തിയും ക്ഷമിച്ചും തലോടിയും കർമ്മങ്ങൾ അനുഷ്ഠിച്ചും ഒന്നിക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കുന്ന ഇടം, അത് നിർമ്മലയുടെ സവിശേഷതയാണ്. കിട്ടിയ താലന്തുകളെ അത്യധികം വർദ്ധിപ്പിച്ച് വിജയത്തിലേക്ക് എത്തിക്കുക, അപ്രകാരം വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടാണ് തൊട്ടു മുൻപിൽ നമ്മൾ സ്ക്രീനിൽ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളെ ഏത് വിധത്തിൽ, ഏത് തരത്തിൽ, എങ്ങനെ ഈ അടുത്ത തലമുറയ്ക്ക് വേണ്ടി, അടുത്ത രാഷ്ട്രത്തിന് വേണ്ടി
അടുത്ത ഭാവിക്ക് വേണ്ടി എങ്ങനെ ഒരുക്കാം എന്നുള്ളതിൻ്റെ ദൃശ്യാവിഷ്കരണമാണ് നമ്മളിവിടെ ദർശിച്ചത്. LSS സ്കോളർഷിപ്പും അതുപോലെ വിവിധ മേളകളിലും എല്ലാം മികവ് പുലർത്തുവാൻ അക്ഷീണം അധ്വാനിക്കുന്ന പ്രധാന അധ്യാപകരും സഹപ്രവർത്തകരും അതോടൊപ്പം രക്ഷാകർത്താക്കളും ഇവരോടൊപ്പം ഉണ്ട് എന്നുള്ളത് ഈ വിദ്യാലയത്തിൻ്റെ പ്രശംസയ്ക്ക് കാരണമാകുന്നു. ഈ 3 അധ്യാപകർ ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്നതിൻ്റെ ചടങ്ങും ഇവിടെ സമുചിതമായി നടക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, സ്വന്തം വിദ്യാലയത്തിൻ്റെ അതിരുകളെ കാലത്തിൻ്റെ ചക്രവാളങ്ങളിലേക്ക് വികസിപ്പിക്കുവാൻ വിളി ലഭിച്ച ഒരു ഗുരുവിനെ ഒരിക്കലും അധ്യാപനം അവസാനിപ്പിക്കേണ്ടി വരികയില്ല. അത്തരം അധ്യാപകർക്ക് ശിഷ്യസഞ്ചയത്തിൻ്റെ സമ്പർക്കവും ഒരിക്കലും അവസാനിക്കുകയില്ല. നോബൽ സമ്മാന ജേതാവും ശാസ്ത്രജ്ഞനും അധ്യാപകനുമായിരുന്ന സർ CV രാമൻ പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ജോലിയോട് സാഹസികമായ അർപ്പണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം നേടാനാകുകയുള്ളൂ. ഈ 3 അധ്യാപകരെ സംബന്ധിച്ചും മേൽപ്പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. വിശുദ്ധ മറിയം ത്രേസ്യ പറയുന്നുണ്ട്, എല്ലാറ്റിലും മിതമായ സന്തോഷവും സന്താപവുമുള്ളവരായിരിക്കുക, അധികൃതരോട് പരമാർത്ഥമായും സ്നേഹപൂർവമായും പെരുമാറുക. ഇവരിൽ കണ്ടിട്ടുള്ള നന്മയുടെ തിരിശേഷിപ്പുകളെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ 3 പേരെയും വ്യക്തിപരമായി അറിയുവാനും കൂടെ ജോലി ചെയ്യുവാനുമൊക്കെ അവസരം ലഭിച്ചിട്ടുള്ള നല്ല നാളുകളെ ഞാൻ ഓർക്കുകയാണ്. ഇവരോടൊപ്പം ഈ വേദി പങ്കിടുമ്പോൾ എത്ര പെട്ടെന്ന് ഇവരൊക്കെ റിട്ടയർ ചെയ്ത് ഈ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങുകയാണല്ലോ എന്നോർക്കുമ്പോൾ ഇവിടെ റിപ്പോർട്ടിലും സ്വാഗതത്തിലൊക്കെ പറയുന്നത് പോലെ ഇതൊരു വെറും വാക്കല്ല, അത്രമാത്രം ആത്മാർത്ഥതയോടെ അധ്വാനിച്ച അധ്യാപകരാണ്, അല്ലെങ്കിൽ വിദ്യാലയത്തെ സ്നേഹിച്ചവരാണ് ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഇവരുടെ സാഹസികമായ ഒരു അർപ്പണബോധ്യം, ആത്മാർത്ഥമായൊരു പ്രവർത്തന ശൈലി, സമയനോട്ടമില്ലാത്ത അധ്വാനം, വിദ്യാർത്ഥികൾക്ക് ഹൃദയത്തിൽ ഇടം നൽകുന്ന പെരുമാറ്റം, വിദ്യാലയത്തോടു കൂടി കാണിക്കുന്ന കൂറും സമർപ്പണവും, മാനേജ്മെൻറ്റിനോടും അധികാരികളോടുമുള്ള വിധേയത്വം, ഇങ്ങനെ പോകുന്നു ഇവരുടെ സവിശേഷതകൾ. സിസ്റ്റർ കൃപയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ശാന്തമായി ഒഴുകുന്ന ഒരു നദിക്ക് തുല്യമാണ് സിസ്റ്റർ കൃപയുടെ ജീവിതം. അതൊഴുകുന്നിടത്തെല്ലാം അത് സമാധാനം വിതച്ച് കടന്നു പോകുന്നു. ആ കൃപയുടെ തീരത്ത് വളരുന്ന ഒട്ടനവധി സസ്യലതാദികൾ, ജീവജാലങ്ങൾ, കുട്ടികളോട് കാണിക്കുന്ന ആത്മാർത്ഥത, ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോടുള്ള വിശ്വസ്തത, പ്രാർത്ഥനയാകുന്ന ആയുധം കൊണ്ട് എല്ലാം നേടാമെന്ന ആത്മവിശ്വാസം, പുഞ്ചിരിയോടെ എല്ലാം സ്വീകരിക്കുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന പ്രകൃതം, ഒരു യഥാർത്ഥ CHF സന്യാസിനി. ഈ ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ കൃപ ടോം. സിസ്റ്റർ കൃപയ്ക്ക് ഈ അവസരത്തിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ സിസ്റ്റർ കടന്നു വന്ന ചില വഴികളും കൂടി ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ നവജ്യോതി B.Ed കോളേജിന് തുടക്കം കുറിച്ചപ്പോൾ അവിടെ ദീർഘകാലം ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ്. അതിൻ്റെ ആരംഭ കാലത്തെ കഷ്ടതകളിലൂടെയെല്ലാം അതിനെ വിജയത്തിലേക്ക് നയിക്കുവാൻ ഒപ്പം നിന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ കൃപ. തുടർന്നുള്ള പല വിദ്യാലയങ്ങളിലും സിസ്റ്ററിൻ്റെ ശുശ്രൂഷകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവസാനം ദീർഘനാൾ സിസ്റ്റർ ശുശ്രൂഷ ചെയ്തൊരു വിദ്യാലയമാണ് നമ്മുടെ നിർമ്മല സ്കൂൾ. സിസ്റ്റർ ഈ വിദ്യാലയത്തിന് ഒരു അധ്യാപിക മാത്രമല്ല, സിസ്റ്റർ ഹിത ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ കൃപയൊഴുക്കുന്ന ഒരു ചാനലും കൂടിയായിരുന്നു ഞങ്ങളുടെ സിസ്റ്റർ കൃപ എന്ന് പറയുന്നതിലേറെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രിയ നിറഞ്ഞ സിസ്റ്റർ കൃപയ്ക്ക് ഞങ്ങളുടെ യാത്രാമംഗളങ്ങളും അതോടൊപ്പം ആയുരാരോഗ്യവും ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. പ്രിയപ്പെട്ട ജോയ്സ് ടീച്ചർ, വളരെ ദൂരെ നിന്നാണ്, കല്ലേച്ചിങ്കരയിൽ നിന്നാണ് ടീച്ചർ വരുന്നതെങ്കിലും നേരത്തെ വരുന്നൊരു അധ്യാപിക. പഠിപ്പിക്കുന്നതിലും വിവിധ മത്സരങ്ങൾക്ക് കുട്ടികളെ ഒരുക്കുന്നതിലും
മേളകൾക്ക് സമ്മാനം വാങ്ങിക്കുന്നതിലും സമയം നോക്കാതെ അധ്വാനിക്കുന്നതിലും മിടുക്കിയായ ഒരു അധ്യാപിക, മാതൃഭക്തയായ പരിശുദ്ധാമ്മയോട് പ്രത്യേക ഭക്തിയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ജോയ്സി ഡൊമിനിക്കിനെ ഈ അവസരത്തിൽ യാത്രാമംഗളങ്ങൾ നേരുന്നു. വലിയ ഒച്ചപ്പാടുകളൊന്നുമില്ലാതെ സന്തോഷത്തോടെ, ഒരുമയോടെ, സ്നേഹത്തോടെ കർമ്മം നിർവഹിച്ച് പടിയിറങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോയ്സിക്ക് നവജ്യോതി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ പേരിലുള്ള യാത്രാമംഗളങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. സിബി വർഗീസ് ഒരു സംഭവം തന്നെയാണ്. അടുക്കും ചിട്ടയുമുള്ള ജീവിതത്തിൻ്റെ ഒരു ഉത്തമ മാതൃക, വിദ്യാലയത്തിൻ്റെ ഏത് ജോലി ചെയ്യുന്നതിലുമുള്ള സമർത്ഥ, പുഞ്ചിരിയോടെ സഹപ്രവർത്തകരുടെ ഇടയിൽ വ്യാപരിക്കുന്ന ഒരു അധ്യാപിക. ന്യൂൺ മീൽ പ്രോഗ്രാമിൻ തുടങ്ങി അതിനെ ആർക്കും ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം അത്രയും ഭംഗിയായി അത് നിർവഹിക്കുന്ന ഒരു നല്ല അധ്യാപിക. പണ്ട് നമ്മുടെ ഒരു സിബി രാജാവിനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുള്ളതുപോലെ സ്വയം മറന്ന് സ്വയം മുറിച്ച് നൽകുന്ന, അധ്വാനിക്കുന്ന ഒരു നല്ല അധ്യാപിക. ഒരുപാട് വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിബി ടീച്ചർക്കും ഈ അവസരത്തിൽ ഞങ്ങളുടെ നവജ്യോതി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ പേരിലുള്ള യാത്രാമംഗളങ്ങളും പ്രാർത്ഥന ആശംസകളും ആയുരാരോഗ്യവും ഈ സമയം ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെയുടെ പ്രഭാതം വിരിയുന്നത് ഇന്നത്തെ കുട്ടികളുടെ മിഴികളിലാണ്. ഈ വിദ്യാലയത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ മൂലധനം നമ്മുടെ വിദ്യാർത്ഥികളാണ്. രാഷ്ട്രത്തിൻ്റെ ഭാവി സമ്പത്താണവർ. മക്കളെ, നല്ലവരാകാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിന്മ വിതറുന്ന ഒരുപാട് സാഹചര്യങ്ങളും നമ്മെ കൂച്ചുവിലങ്ങിടാൻ നമുക്ക് ചുറ്റുമുണ്ട്. മക്കളിവിടെ പഠിക്കുമ്പോൾ ഈ നിർമ്മല എന്ന് പറയുമ്പോൾ തന്നെ കളങ്കമില്ലാത്ത അമ്മ, പരിശുദ്ധ അമ്മ, ഈ നിർമ്മലയുടെ തിരുമുറ്റത്ത് നിന്ന് മക്കൾ പടിയിറങ്ങുമ്പോൾ, പഠിച്ച് പഠനം പൂർത്തിയാക്കി പോകുമ്പോഴും ഈ നിർമ്മലത, ഈ നൈർമല്യം മക്കളുടെ മനസ്സിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മങ്ങിപ്പോകാനും മാറിപ്പോകാനും ഇടയാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് പത്രം എടുത്ത് നോക്കുമ്പോൾ, നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും കാണുമ്പോൾ, വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് നീറുകയാണ്. നമ്മുടെ നാട് എങ്ങോട്ട്, നമ്മുടെ മക്കൾ എങ്ങോട്ട് എന്ന് നമ്മുടെ മനസ്സിൽ പലപ്പോഴും നമ്മുടെ കണ്ണീർ അണിയുന്നത് വരെ ചില പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ സന്നിഹിതരല്ലെങ്കിൽ രക്ഷാകർത്താക്കളുണ്ട്. നമ്മുടെ മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നത് പോലെ മാതാപിതാക്കളും ഗുരുക്കന്മാരും അതുപോലെ നമ്മുടെ നല്ലവരായ നാട്ടുകാരും എല്ലാവരും മക്കളോടൊപ്പം നന്മയ്ക്കൊപ്പമുണ്ട് എന്ന് തിരിച്ചറിയുക. തിന്മയുടെ വേരുകൾ ചെറുപ്പത്തിലേ അത് നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുക. അങ്ങനെ നല്ലൊരു നാളെയുടെ മക്കളായി നിങ്ങൾ വളരാൻ ഇടവരട്ടെ. ഈ അവസരത്തിൽ, ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ വാർഷികാഘോഷത്തിൻ്റെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ഈ വിദ്യാലയത്തിന് സർവ്വ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. ഒരറിയിപ്പുണ്ട്. എൻഡോമെൻറ്റിന് അർഹരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ സ്റ്റേജിൻ്റെ വലതുവശത്തേക്ക് വരേണ്ടതാണ്. എൻഡോമെൻറ്റിന് അർഹരായിട്ടുള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ തന്നെ സ്റ്റേജിൻ്റെ വലതുവശത്തേക്ക് വരേണ്ടതാണ്. താങ്ക് യു. A heartfelt thank you to our dear Provincial for sharing your valuable insights and for setting a powerful and promising vision for the future of our organization. എല്ലാ പരിപാടികളും വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം കൊണ്ട് സവിശേഷമായിരിക്കുന്നു. ഇന്ന് ശ്രീ ബിജു PJ AE തൃശ്ശൂർ വെസ്റ്റ് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. ഒരു വലിയ കരഘോഷത്തോടെ ആശംസാ പ്രസംഗത്തിനായും തുടർന്ന് എൻഡോമെന്റ് വിതരണത്തിനായും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ ആരാധ്യയായിട്ടുള്ള അധ്യക്ഷ
പ്രൊവിൻഷ്യൽ സുപ്പീരിയർ കൂടിയായിട്ടുള്ള സിസ്റ്റർ ജെസിൻ തെരേസ്, യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്താമെന്നേറ്റിട്ടുള്ള അസിസ്റ്റൻ്റ് കളക്ടർ കൂടിയായിട്ടുള്ള ശ്രീ അതുൽ സാഗർ, സ്വാഗതം ആശംസിച്ച ഹിത ഫ്രാൻസിസ്, ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 അധ്യാപകരായിട്ടുള്ള സിസ്റ്റർ കൃപ, CBV വർഗീസ്, ജോയ്സി ഡൊമിനിക്, സ്നേഹം നിറഞ്ഞ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വളരെയധികം സന്തോഷമുണ്ട്. 63ാമത് വർഷമാണ് ഈ വിദ്യാലയം വളരെ ഭംഗിയായി ഇവിടെ വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടു.